എല്ലാവരും പിന്തിരിഞ്ഞ് നിൽക്കുന്നത് അവരെ കൊണ്ടുപോകാത്ത സങ്കടത്തിലാണ് കേട്ടോ. നമ്മൾ ടൂർ പോയി വന്നപ്പോൾ ഇവരൊന്നും കൊണ്ടുപോയില്ലല്ലോ. അങ്ങനെ അവർക്ക് വേണ്ടി കുറച്ച് അലുവയൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അലുവ കൊടുത്ത് നമ്മൾ സങ്കടമൊക്കെ മാറ്റിയിട്ടുണ്ട്. എല്ലാവർക്കും നമ്മുടെ പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കണു. ഇന്ന് നമ്മുടെ ദിവസം തുടങ്ങുന്നതേ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി നാളെ കാണാം. ഇന്ന് എന്തായാലും ഉറങ്ങാം. ഇന്നലെ എൻ്റെ മോള് വാങ്ങിച്ചതാട്ടോ. 3 ആൾക്ക് 3 ബാഗ് വാങ്ങിച്ചു. ഓഫർ ഉണ്ട് കേട്ടോ അവിടെ. എറണാകുളമല്ല, കോഴിക്കോട് ഹൈലൈറ്റ് മാള് എന്ന് വാങ്ങിച്ചതാ. അപ്പം ഞങ്ങൾ അവിടെ കയറി. ബാഗ് നല്ല ഭംഗിയുണ്ട്, ഭയങ്കര നല്ല മെറ്റീരിയൽ ആട്ടാ. ഒരു പേഴ്സ് വയ്ക്കാം, പിന്നെ എന്തെങ്കിലും ഫോൺ വയ്ക്കാം. ഒരു ചെറിയ പേഴ്സ്. എൻ്റെ കുടയാണെങ്കിൽ ഒരു കുടയും വയ്ക്കാം. കുഞ്ഞിയ കുടയാണെങ്കിൽ ഒരു കുടയും വേണമെങ്കിൽ ഉള്ളിൽ കൊള്ളും. ശരി, ഇങ്ങനെ നീട്ടിയിടണമെങ്കിൽ നീട്ടിയിടാം. അതറിയാന്നുള്ള കാര്യം ആരോട് ചോദിക്കേണ്ട ആവശ്യം വരില്ലേ. അതിന് ഇത്തിരി വലുതാട്ടാ, കുറച്ചും കൂടി വലിപ്പുണ്ട്. മോൾക്ക് മേടിച്ചതാ മാളുവിന്. അപ്പോൾ ദേ ഇതിന് പിന്നെ ഇങ്ങനെയാണ്, ചെറുതാക്കണമെങ്കിലും വലുതാക്കണമെങ്കിൽ മോൾക്ക് ഇതെന്തിങ്ങനെ അതിൻ്റെ ഉള്ളിലിടാം. ഇതിങ്ങനെ ഉള്ളിലിടുന്നതാണ്. ഇവിടെ ഇടും. ഇതിനൊക്കെ കാന്തം പോലത്തെ സാധനം ഒട്ടിക്കുന്നതാണ്. ഒരു അറിയാളോട്ടാ, വേറൊരു കള്ളിയുണ്ട്. കുഞ്ഞൊരു അറിയുന്നത് ഇറക്കിയിടാൻ വേണേ ഇറക്കിയിടാം. തരുന്ന ആൾക്കാർ പറയുണ്ടായിരുന്നല്ലോ, അപ്പൊ അതൊന്ന് കാണുന്നുണ്ടായിരുന്നു. അത് കണ്ടു. ഭയങ്കര തിരക്കാട്ടാ. വേണ്ട സാധനങ്ങളുണ്ട്, വേണ്ടത് വില കൂടുതലിന്റെയും വില കുറവിന്റെയും ബ്രാൻഡഡ് അല്ലാത്തതും ഒക്കെ ഉണ്ട്. അലുവ മിഠായി തരുമെന്ന് പറഞ്ഞിട്ട് ഒരു മിഠായി പോലും കണ്ടില്ലല്ലോ. അലുവകളുടെ ഒരു 5-6 കടകളുണ്ട്. ഞാൻ ഇവിടെ നീങ്ങുമ്പോണ്ടാവായിരിക്കും, അറിയില്ലടാ. അത് കാരണം നമ്മൾ വലിയ കാര്യം മാത്രല്ല, നമ്മുടെ സുനിത വില്യംസ് ഒക്കെ വരുന്നതിന്റെ ഭാഗമായിട്ട് മറ്റേ കടൽ തീരത്ത് അതിനേക്കാളും തിരക്ക്, ബ്ലോക്കും. എനിക്ക് പോയപ്പോ അവിടെ ആയിരുന്നു തിരക്ക്. സുനിത വില്യംസിന്റെ അവിടെ ഒരു കൊട്ടാരൊക്കെ ഇങ്ങനെ കെട്ടിന്റെ ആൾക്ക് വരാനായിട്ട് അവിടേക്കൊന്നും നമ്മള് പോയില്ല. അവിടെ അടുക്കാൻ പറ്റാത്ത തിരക്കാണ്. ടൂർ കഴിഞ്ഞു. അങ്ങനെ ഒരു ടൂർ കഴിഞ്ഞു. ഇനി പപ്പക്കായ കൂട്ടാൻ വെച്ചിട്ട് വരാം. ഒരു നേരം കുറച്ചധികം നോൺ വെജ് കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നത്തെ നേരം നമുക്ക് വെജ് വേണം കേട്ടോ. പപ്പക്കായ മുതിരയാണ് ഇന്നത്തെ സ്പെഷ്യൽ. അത് അമ്മാമിക്ക് കൊണ്ടുകൊടുത്താ, വേദുന്റെ അമ്മാമിക്ക് കൊണ്ടുകൊടുത്തു. തറവാട്ട് പറമ്പില് ഒരു പപ്പ ചേച്ചി നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും താഴെ നിൽക്കണ പപ്പക്കായ പഴുത്തിട്ടുണ്ട്. അത് നമുക്ക് എന്തായാലും പഴുപ്പിച്ച് കഴിക്കാം. ബാക്കിയുള്ളത് നമുക്ക് പച്ച ഇതുപോലെ അരിഞ്ഞെടുത്ത് ഇന്ന് ഉപ്പേരി വയ്ക്കാം. നിങ്ങളുടെ നാട്ടിൽ പപ്പക്കായ എങ്ങനെ ഉപ്പേരി വയ്ക്കുക എന്നുള്ള കാര്യം ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. റെസിപ്പി നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ വീട്ടിൽ ധാരാളം പപ്പക്കായ ഉണ്ട്. നമുക്ക് ഇങ്ങനത്തെ റെസിപ്പികൾ മാത്രമേ അറിയുള്ളൂ. ഇതിൻ്റെ ഉള്ളിൽ വൻപയറിട്ട് വെക്കും, മുതിര ഇട്ട് വെക്കും, പിന്നെ നമ്മൾ പപ്പക്കായ മോരുകറി വെക്കും. അങ്ങനെയുള്ള കറികളൊക്കെ വെക്കാറുണ്ട്. ഇപ്പോൾ ആ മുതിര നന്നായിട്ട് കല്ലൊക്കെ അരിച്ച് നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വേവാത്ത നമ്മുടെ ഈ ഒരു പപ്പക്കായ ഉണ്ടല്ലോ, അതിട്ടിട്ട് നമുക്കൊന്നും കൂടെ വേവിച്ചെടുക്കാം. കുക്കറിലാവുമ്പോൾ പെട്ടെന്ന് വേവിട്ടാ. ടൂറ് കുഴപ്പമുണ്ടായില്ല, പകുതി വരെ വരില്ല, കുഴപ്പമില്ല. പകുതി കഴിഞ്ഞപ്പോ ബോറടിച്ചു. പകുതിയല്ല, തെരുവ് ഭയങ്കര നമുക്ക് തിരക്ക് ഭയങ്കര പ്രശ്നമാണ്. തിരക്കായാലേ ഹൈലൈറ്റ് മാള് കൊള്ളാല്ലേ. ഹൈലൈറ്റ് മാള് കാലത്തോട്ട് പോയി തരാം. ബാക്കിയുള്ളവരുടെ കൂടെ പോകുമ്പോഴേ നമ്മൾ അവരുടെ മാനസികാവസ്ഥയും അവരുടെ ഇതൊക്കെ നോക്കണ്ടേ. അത് കാരണം ഒരു ബുദ്ധിമുട്ടാണ്. കുക്കറിലല്ലാണ്ട് വെക്കുന്നതാണ് ടേസ്റ്റ് എന്നാണ് ചേച്ചി പറഞ്ഞത്. ഇപ്പം ഇന്നലത്തെ ടൂറിൻ്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ ചക്കക്കുരു മാങ്ങയും ചെമ്മീനാണ് കറി വെക്കുന്നത്. പിന്നെ നമ്മുടെ ഉപ്പേരി നമ്മളെല്ലാവരും 3 വീട്ടിലും ഒരുപോലെ ആയിരിക്കും കാച്ചുന്നുണ്ടാവുക. 3 വീട്ടിലും പറയാൻ പറ്റില്ല. നമ്മുടെ തൃശ്ശൂരൊക്കെ എല്ലാ വീട്ടിലും ഇങ്ങനെയാണെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ കുഞ്ഞുള്ളിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചതച്ചെടുത്തിട്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കും, ഇടിച്ച മുളക് അതിലേക്ക് ഇട്ട് കൊടുക്കും. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഒരു മണം വരില്ലേ, നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വാടി വന്നതിൻ്റെ ആ മണം വരുമ്പോഴാണ് നമ്മൾ ഇടിച്ച മുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഇത്രയും കൂടി എരിവ് വേണമെന്നുള്ളവർക്ക് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന പോലെ പച്ചമുളക് അരിഞ്ഞിടാം. ഇവിടെ അങ്ങനെ അത്രയ്ക്ക് അങ്ങോട്ട് എരിവ് അങ്ങോട്ട് ആവശ്യമില്ല. അപ്പോൾ
നമുക്ക് നമ്മുടെ വലിയൊരു വീട്ടിൽ നമ്മൾ അങ്ങനെ ചെയ്യുന്നതിൻ്റെ കാരണമേ ചേട്ടന്മാർ പണിക്കുണ്ടാവും. അപ്പോൾ നന്നായിട്ട് വെയിലത്തൊക്കെ പണിയെടുക്കുന്ന ചേട്ടന്മാർക്ക് ഇത്തിരി ചൊടിക്കുകയൊക്കെ വേണം കറി. അത് കാരണമാണ് നമ്മളതിൽ പച്ചമുളക് ഇട്ട് ശീലിച്ചത്. പിന്നെ മുളക് പൊടിയുടെ അളവും കുറയ്ക്കാമല്ലോ, പച്ചമുളക് കുറച്ചും കൂടെ ഹെൽത്തി അല്ലേ എന്നൊക്കെ വിചാരിക്കും, നമുക്ക് സുലഭമായിട്ട് കിട്ടാനുമുണ്ട്. അങ്ങനെ വിചാരിച്ചിട്ടൊക്കെയാണ് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഫൈനലി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ മുതിരയും അതുപോലെ തന്നെ ഈ ഒരു പപ്പക്കായും കൂടെ ഉള്ളി വെളുത്തുള്ളി നമ്മുടെ പച്ചമുളക് മൂപ്പിച്ചേലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ, മുളക് പൊടി മൂപ്പിച്ചേലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ സംഭവം സെറ്റ്. ഉപ്പും മുളകും തേച്ചത് വെയിലത്ത് വെച്ച് ഉണക്കുക. ഞാൻ കൊല്ലത്തിലോ അല്ലെങ്കിൽ ഒരു 1.5 കൊല്ലം കൂടുമ്പോഴൊക്കെയാണ് എല്ലാ ദിവസവും പൊതികൾ കിട്ടിയിരുന്നത് പൂനെ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ എല്ലാ ആഴ്ചയും പൊതികൾ കെട്ടലാണ് കേട്ടോ, നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ ഇപ്പം ഉണ്ടാക്കുന്നത് ആളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള വഴുതനങ്ങ ഫ്രൈക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇവിടെ വഴുതനങ്ങ ഉണ്ടാകുമ്പോൾ നമുക്ക് കുഞ്ഞിനെ തന്നെ തിന്ന് കഴിച്ചോളും. ഭയങ്കര ഫേവറേറ്റ് ആണ് ആൾക്ക് തന്നെ കരിമുര ഇരിക്കുന്നത് ഇഷ്ടമില്ല, അങ്ങനെ ചൗ എന്നിരിക്കുന്നതാണ്. പല്ല് മുട്ടി പിടിക്കുന്ന ടൈപ്പിൽ നമ്മൾ വറുത്തെടുക്കില്ല, അതാണ് ഇഷ്ടം കേട്ടോ. അപ്പോൾ അമ്മ ഇങ്ങനെ വഴുതനങ്ങ വട്ടന അരിഞ്ഞ് വെച്ചിട്ട് അതിൽ ഉപ്പും മഞ്ഞപ്പൊടിയും തിരുമ്മി കൂട്ടിയിട്ട് വെയിലത്ത് വെച്ച് ഉണക്കും. എന്നിട്ട് അത് ഒന്ന് വാടി വരുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കെട്ടി കൊടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് അത് മതി ചോറൊക്കെ ഉണ്ണാൻ. പോയി അടിച്ച് അവസാനിപ്പിക്കുക. അമ്മ അച്ചാറിടണതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വീഡിയോ എടുത്തു തുടങ്ങിയത്. പെട്ടെന്നാണ് ഭാഗ്യം വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പറഞ്ഞു വാ റെഡിയാവുക, നമുക്ക് വല്ലൂർക്ക് പോകണ്ടേ മോളെ ചോദിച്ചപ്പോൾ ഞാൻ റെഡിയായി. അങ്ങനെ കട വഴിയാണ് നമ്മൾ വല്ലൂർ പോകുന്നത്. അപ്പോൾ പോണ വഴിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വീട്ടിലേക്ക് എടുക്കാനുണ്ടായിരുന്നു. 1-2 ദിവസമായാലും നമ്മൾ നമ്മുടെ കുടി വിട്ട് പോന്നിട്ട്. അപ്പോൾ ഇനി കുടിയിലേക്ക് തിരിച്ച് കയറുമ്പോൾ ഇതുവരെ അലുത്തുപോലത്തെ സംഭവങ്ങൾ ആവശ്യമുണ്ടായിരുന്നു. അതായത് നമ്മുടെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഒക്കെ ആയിട്ട്. അപ്പോൾ അതൊക്കെ പറക്കി കൂട്ടിയപ്പോഴാണ് നമ്മുടെ റപ്പായേട്ടനെ കണ്ടത്. അങ്ങനെ റപ്പായേട്ടനോട് കുറച്ച് നേരം വർത്താനം പറഞ്ഞ് നിന്ന് നമുക്ക് ആവശ്യമുള്ളതൊക്കെ എടുത്ത് ഒരു ആപ്പിൾ ജ്യൂസും നമ്മുടെ ലക്ഷ്മിക്കുട്ടിയമ്മ അടിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതും കുടിച്ച് ഞാൻ പതുക്കെ നമ്മുടെ വല്ലൂർക്ക് മടങ്ങുകയാണ് കേട്ടോ. വല്ലൂർ വല്ലാണ്ട് മിസ് ചെയ്യുന്നു. 2 ദിവസം മാറി നിന്നപ്പോൾ അങ്ങനെ നമ്മുടെ കാട് കണ്ടപ്പോഴാണ് എൻ്റെ സമാധാനവും ശ്വാസവും അങ്ങോട്ട് നേരെ വീണത്. ഇനി നമുക്ക് ബാക്കിയുള്ള സമയം ഇവിടെ ചിലവഴിക്കാം. വീട്ടിൽ വന്ന് കയറിയതും ചേട്ടന്മാർ നനയ്ക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മിറാക്കിൾ ഫ്രൂട്ട് നന്നായിട്ട് പഴുത്ത് നിൽക്കുകയാണ്, പൊട്ടിച്ചെടുത്തോ, നിറച്ച് കിളികൾ പൊട്ടിച്ചുകൊണ്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ ശ്രീകുട്ടൻ നിറയെ പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. പിറ്റേ ദിവസം സ്കൂളിൽ കൊണ്ടു കൊടുക്കണം, പിന്നെ സ്കേറ്റിംഗ് ക്ലാസ്സിൽ പോകുമ്പോൾ കൊടുക്കണം അമ്മ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി പൊട്ടിച്ച് വയ്ക്കുന്നത്. നമുക്ക് 2 മരമാണുള്ളത്. ഒരു തൈ എനിക്ക് നാത്തും ചേച്ചി തന്നതാണ് കേട്ടോ. ചേച്ചി തന്നത് ഞാൻ നമ്മുടെ ബാക്ക് സൈഡിൽ വെച്ചിട്ടുണ്ട്. അതും മുഴുവൻ നിറച്ചുണ്ടാവുന്നുണ്ട്. ഇന്നലെ നിങ്ങൾ ആ പേരക്കായ തന്ന വ്ളോഗിൽ കണ്ടില്ലേ, അതുപോലെ തന്നെ ഇവിടെ നിറച്ചുണ്ടാവുന്നുണ്ട് കേട്ടോ. മുന്തിരി തിന്നണം, എന്തൊരു ടേസ്റ്റാണെന്നറിയോ മുന്തിരിയൊക്കെ. അങ്ങനെ മുകളിലൊക്കെ കുറേ ഉണ്ടോ. 2 ദിവസം കണ്ട് പൊട്ടിക്കാൻ നോക്കട്ടെ. കാണിച്ചു കൊടുത്ത ചേച്ചിമാർക്ക് ചേട്ടന്മാർക്ക് കഴിച്ചിട്ടുണ്ടോ നിങ്ങളിത് എന്ന് ചോദിക്കുക. ഇത് കഴിച്ചാൽ വലിയ ടേസ്റ്റ് ഒന്നുമില്ല, പക്ഷെ ഇത് കഴിച്ചിട്ട് എന്താ മുന്തിരി കഴിച്ച പുളിയുള്ളതൊക്കെ കഴിച്ച അല്ലേ. ട്യൂഷൻ സാർ കൊടുത്തിട്ടേ ഇത് 2 കഴിച്ചു, അപ്പൊ വലിയ ഇതൊന്നും ഉണ്ടായില്ല. എന്നിട്ട് മീൻകറി കൂട്ടി കഴിച്ചു നോക്കിയപ്പോ മീൻകറിക്ക് മധുരം. ഹായ്, ആളുടെ പോക്ക് കണ്ടറിയാം ആൾ നല്ല ഹാപ്പി ആയിട്ടാണ് പോണത്. നല്ല കൂട്ടുകാരുടെ അടുത്ത് നിന്ന് മിറാക്കിൾ കാണിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ആ പോണത് കേട്ടോ. ഇത് കഴിച്ചിട്ട് എന്ത് കഴിച്ചാലും മധുരിക്കും എന്നുള്ളതാണ്, അതായത് പുളികൾ എന്ത് കഴിച്ചാലും മധുരിക്കും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. അങ്ങനെ ഞാൻ കുറച്ച് പലചരക്ക് സാധനങ്ങളും കൂടെ മേടിക്കാനുണ്ടായിരുന്നു. അതൊക്കെ ഒപ്പിച്ചത് നമ്മുടെ ഹൈലൈറ്റ് മാളിൽ നിന്നാണ് കേട്ടോ. അവിടെ ചെന്നപ്പോൾ വെറൈറ്റി ആയിട്ട് ഞാനൊരു കാര്യം കണ്ടായിരുന്നു. എന്താണെന്നറിയോ, അതായത് വെറൈറ്റി എന്ന് പറയാൻ പറ്റില്ല, എനിക്കൊരു ഐഡിയ തോന്നിയായിരുന്നു. അതായത് നമ്മുടെ ഇങ്ങനത്തെ പാത്രങ്ങളിലാക്കിയിട്ട് സാമ്പാർ കഷ്ണവും അതുപോലെ തന്നെ തോരനും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമ്മുടെ കടയിലും ഇങ്ങനെ ചെയ്താൽ എന്താ എന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്രത്യേകം വീഡിയോ എടുത്തുകൊണ്ട് വന്നത് കേട്ടോ. ഭാഗ്യൻ്റെ അടുത്ത് മുളപ്പിച്ച പയർ കാര്യങ്ങളൊക്കെ അവിടെ നന്നായിട്ട് അത് ചിലവുണ്ട്. പക്ഷേ എനിക്ക് ഇതിനേക്കാളും കുറച്ചും കൂടെ എളുപ്പമായിട്ട് തോന്നിയത്, നമുക്കിപ്പോൾ നേരം ഉണ്ടാവില്ലല്ലോ തോരൻ അരിയാനും സാമ്പാറിന് അരിയാനും ഒക്കെ. പക്ഷേ ഈ കഷ്ണമുള്ള ഒരു സംഭവം പൊട്ടിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടുള്ള നമ്മുടെ തോരനും സാമ്പാറും ഒക്കെ റെഡിയാക്കി കിട്ടും. അപ്പോൾ അതൊക്കെ കളക്ട് ചെയ്ത് നമുക്കിനി പതുക്കെ വീട്ടിൽ പോവാം കേട്ടോ.
വീട്ടിലെത്തിയപ്പോൾ ഭാഗ്യം കിടന്ന് ഉറങ്ങായിരുന്നു. ഭാഗ്യനെ അവിടെ നിന്ന് ചാടി എണീപ്പിച്ചിട്ട് വിട്ടിട്ടുണ്ട്. പോയി ഉമ്മർത്ത് കിടന്നുറങ്ങ് ഭാഗ്യ എന്ന് പറഞ്ഞ് ആളെ അവിടെ നിന്ന് വിട്ടിട്ട് നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റാം കേട്ടോ. ബെഡ്ഷീറ്റ് 1-2 ഞാൻ പുതിയത് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നിങ്ങളെ കാണിച്ചു തരും കൂടെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ ഓൺലൈനിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഫ്രിറ്റഡ് ബെഡ്ഷീറ്റാണ്. ഇതൊരു വെൽവെറ്റ് മെറ്റീരിയലാണ് കേട്ടോ, മൈക്രോ ഫൈബർ മെറ്റീരിയലാണ്. ഇതിൻ്റെ ഈ ഒരു തലോണ കവറിന്, അതായത് തലക്കാണ്, നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുക, പില്ലോ, നമ്മുടെ നാട്ടിലുള്ള തലോണ എന്നാണ് പറയുക. അതിന് സിബ് ഉണ്ടാവും. അത് കാരണം കൊണ്ട് നമ്മുടെ തലോണ വീണ്ടും പുറത്തേക്ക് വരുന്നുള്ള പേടി വേണ്ട. നമ്മുടെ മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ പുറത്ത് ആരാ വന്നെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം കേട്ടോ. മിക്കതും ഞാൻ പുറത്ത് നമ്മുടെ വീടിൻ്റെ ഏത് വശത്ത് നിന്ന് നോക്കിയാലും അത് കാണാൻ പറ്റുന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഈ കിട്ടിയിരിക്കുന്ന ഡ്രസ്സ് എങ്ങനെയുണ്ട്, ഞാൻ ഇന്നലെ കാണിച്ചായിരുന്നു 296 രൂപയ്ക്ക് 2 എന്നുള്ളത്. ഹായ്, എനിക്കത് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര കംഫർട്ടബിളായിട്ട് നമുക്ക് ഇടാനും പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബെഡ്ഷീറ്റ് ഒന്ന് മാറ്റി കൊടുക്കാം. ഇതിൻ്റെ താഴെ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടൈലാണ് കേട്ടോ, അത് മരമല്ല. കുറേ ആൾക്കാർ കമൻറ്റ് ചെയ്ത് ചോദിക്കും ശ്രീ അത് വുഡാണോ എന്ന്. അത് ടൈലാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ പുതിയ ബെഡ്ഷീറ്റ്. 3D എന്നൊക്കെ പറഞ്ഞ് ഞാൻ മേടിച്ചതാണ്. വലിയ 3D ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല, എങ്കിലും അടിപൊളി ക്വാളിറ്റിയാണ് കേട്ടോ. വൺസ് നമ്മൾ തലയിൽ ഒരു ക്യാപ്പ് ഇട്ട പോലെ കിടക്കുന്നു അറിയില്ല, അങ്ങനെയാണ് ഫിറ്റഡ് ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത്. എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഒരു ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻവെൻഷൻ എന്ന് പറയുകയാണെങ്കിൽ ഈ ഫിറ്റഡ് ബെഡ്ഷീറ്റ് ആയിരിക്കും. അത്രയും കംഫർട്ടബിളാണ് അവിടെ. അല്ലെങ്കിൽ ശ്രീകുട്ടനും ഭാഗ്യനൊക്കെ കിടന്നിട്ട് വരുമ്പോൾ ഇപ്പോൾ തലേദിവസം വിരിച്ചതാണെങ്കിൽ പിറ്റേ ദിവസം അവരെ കയ്യിലിരിക്കുന്നുണ്ടാവും ആ ബെഡ്ഷീറ്റ് ചുരുട്ടി കൂട്ടി ഒരു പരിവാക്കിയിട്ട്. ഇത് അവിടെ നിന്ന് ഊരി പോരുകയില്ല. അപ്പോൾ അവരെനിക്ക് വഴക്ക് പറയേണ്ട ആവശ്യം വരാറില്ല. പ്രത്യേകിച്ച് നമ്മൾ ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗ്യനൊന്നും വഴക്ക് പറഞ്ഞിട്ടൊരു കാര്യമില്ല എന്നാണ് ഞാൻ ഇന്നലെ ഒരു ഡോക്ടറുടെ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടത്. അതായത് ഒരു 40 വയസ്സായ ആളെയൊന്നും നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റില്ല അത്ര. അപ്പോൾ ഭാഗ്യനോട് ഞാൻ എപ്പോഴും പറയും ബെഡ് ഒതുക്കിയിട്ടിട്ട് വന്നുള്ള ഭാഗ്യ, ബെഡ് ഒതുക്കിയിട്ടിട്ട് വന്നുള്ള ഭാഗ്യമാണ്. പിന്നെ ആ ഒരു ടെക്നിക്ക് ഫലിക്കില്ല എന്ന് കണ്ടപ്പോൾ ഞാനത് ശ്രീകുട്ടനോട് പറഞ്ഞു തുടങ്ങി. പക്ഷേ ശ്രീകുട്ടൻ ഡൂ ദാറ്റ്. അത് കാരണം കൊണ്ട് ഞാൻ ചില സമയങ്ങളിൽ പുള്ളീനെ കൊണ്ട് ഭീഷണിപ്പെടുത്തിയിട്ടായാലും ചെയ്യിപ്പിക്കും. ഞാൻ ഈ പരാതി പറയുന്ന പോലെ അവൻ്റെ ഭാര്യനെ കുറിച്ചോ അല്ലെങ്കിൽ അവൻ്റെ ഭാര്യ അവനെക്കുറിച്ചോ പരാതി പറയാൻ പാടില്ലല്ലോ. അത് കാരണം കൊണ്ട് ഇപ്പോഴേ ഒരു ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതായിരിക്കും. ഭാഗ്യം അങ്ങനെ ട്രെയിനിങ് കൊടുക്കാൻ ആരും ഉണ്ടായിട്ടില്ല എന്നുള്ളതും ഒരു വാസ്തവമാണ്. എന്നാലും ഞാൻ കുറേ നേരം പറയുമ്പോൾ ഇന്ന് അവളുടെ വായ ഇങ്ങോട്ട് അറിയട്ടെ എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പം ഞാനത് പറയാണ്ടായി, കാരണം അവരവരുടെ ലൈഫിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ അതൊന്നും പറഞ്ഞ് പഠിപ്പിക്കേണ്ട സമയമല്ല. പക്ഷേ ശ്രീകുട്ടനെ നമുക്കത് പഠിപ്പിക്കാമല്ലോ. ശ്രീകുട്ടനോട് പറയാറുണ്ട് എണീറ്റ് വരുമ്പോൾ ബെഡ് വൃത്തിയാക്കി ഇടണം എന്ന്. ആ ഒരു ബെഡ് വൃത്തിയാക്കിയാൽ തന്നെ നമ്മുടെ ആ ഒരു റൂമിലത്തെ 90% ഭംഗി വന്നു എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട്. ബെഡ് അടിപൊളിയായിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ റൂം അടിപൊളിയായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 400 രൂപയൊക്കെയാണ് ബെഡ്ഷീറ്റുകൾക്ക് വരാറുള്ളൂ, ഡബിൾ ബെഡ്ഷീറ്റിന് വരാറുള്ളൂ. എന്നോട് പലരും ചോദിക്കാറുണ്ട് ശ്രീ ചേച്ചി എന്താണ് അതിൻ്റെ തന്നെ ബെഡ്ഷീറ്റ് ഇടാത്തതെന്ന്. നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്നത് വേക്ക് ഫിറ്റിൻ്റെയും എമയുടെയും ഡ്യൂറോഫ്ലെക്സിൻ്റെയും ബെഡുകളാണ് ഇടാ. ഇതിൻ്റെ തന്നെയാണ് പില്ലോ നമുക്ക് കിട്ടാറുള്ളത്. അപ്പോൾ സാധാരണ നമുക്ക് ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന ബെഡ്ഷീറ്റുകളുടെ ആ ഒരു വലുപ്പത്തിൽ പില്ലോയുടെ കവറുകൾ കിട്ടാറില്ല. അത് കാരണം കൊണ്ടാണ് ഞാൻ വേറെ പില്ലോകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മുടെ പുതിയ പുതപ്പൊക്കെ ഇട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒന്ന് മാറാലിയൊക്കെ തട്ടി ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് വേണം നമുക്ക് അടുത്ത റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ വീടിൻ്റെ മുകളിലത്തെ സൈഡിൽ അതായത് അപ്പ് സ്റ്റെയറിൽ ശാന്തമ്മ വരുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയിട്ടാണ് വൃത്തിയാക്കാറ്. അല്ലാത്ത ദിവസങ്ങളിൽ ആ സ്വസ്തിക്ക് ഞാൻ കിടക്കാറില്ല, പോകാറില്ല കേട്ടോ. അമ്മയും ചേച്ചിയും ഏട്ടായും കുഞ്ഞനും അച്ഛനും ഒക്കെ വരുന്ന ദിവസങ്ങളിൽ മുകളിലത്തെ നില ഉപയോഗിക്കാറുണ്ട്. പിന്നെ നമുക്ക് വേറെ ആരും ഇവിടെ വരാനൊന്നുമില്ലല്ലോ. അപ്പോൾ അത് കാരണം കൊണ്ട് ഗസ്റ്റുകൾ വരുമ്പോൾ മാത്രമാണ് മുകളിലത്തെ ആ ഒരു നില നമ്മൾ ഉപയോഗിക്കുന്നതും കാണിക്കുന്നതും ഒക്കെ കേട്ടോ. ഇതാണ് എൻ്റെ ഇടം. എൻ്റെ ഇടം എന്ന് പറയുന്നത് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നതും എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നേരം വയ്ക്കിട്ടുണ്ടെങ്കിൽ കിടന്നുറങ്ങുന്നതും ഒക്കെ ഇവിടെയാണ് കേട്ടോ. ഇവിടേക്കും നമ്മൾ ഒരു അടിപൊളി ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ റൂമിലേക്കാണ് നമ്മൾ നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് മേടിച്ചിട്ടുള്ളത്. കാരണം ഒരുപാട് ഞാൻ സ്പെൻഡ് ചെയ്യുന്നത് ഈ സ്ഥലമാണ്. അപ്പോൾ ഞാൻ സ്പെൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എനിക്കിഷ്ടമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കാറുണ്ട്. ശ്രീ എന്ത് സെൽഫിഷാന്ന് വിചാരിക്കുന്നുണ്ടാവും കേട്ടോ. അങ്ങനെയല്ല, നമ്മളെല്ലാവരും അങ്ങനെയാണ്. നമുക്കിഷ്ടമുള്ള സാധനങ്ങൾ നമ്മളെ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ യൂസ് ചെയ്യും. ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഞാനൊന്ന് മണത്ത് നോക്കുകയാണ്, പൊട്ട മണമുണ്ടോ എന്ന്. മണമുണ്ടെങ്കിൽ വെയിലത്തിടുക, എന്നിട്ട് നമ്മൾ വീണ്ടും അത് മടക്കി വയ്ക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അല്ലാതെ എപ്പോഴെപ്പോഴൊന്നും കഴുകാൻ പറ്റില്ല, അത് ഉണങ്ങില്ല.
പിന്നെ നമ്മൾ യൂസ് ചെയ്തത് മടക്കി വെച്ച് വേറൊരാൾക്ക് കൊടുക്കുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ നമ്മളത് കഴുകിയിട്ടാണ് പിന്നെ മടക്കി എടുത്ത് വെക്കുന്ന പരിപാടികളൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ എന്തായാലും നിങ്ങൾക്ക് പുതിയ ബെഡ്ഷീറ്റ്, നമ്മുടെ പൂക്കി ബെഡ്ഷീറ്റ് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇതിൻ്റെ നീലയാണ് നമ്മൾ ആദ്യമായിട്ടുണ്ടായിരുന്നത്, കണ്ടില്ലേ? ഈ സെയിമിൻ്റെ നീലയാണ് ആദ്യമായിട്ടുണ്ടായിരുന്നത് കേട്ടോ. ഇതിന് പിങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് എന്തെന്നാടാ പറയുക, ഒരു എനിക്ക് ഒന്നാമത്തേൽ ബെഡ്ഷീറ്റ്, അടുക്കളയിലേക്കുള്ള കത്തികൾ, ചട്ടികൾ, ഇതൊക്കെ ഭയങ്കര ഒബ്സഷനായിക്കൊണ്ടിരിക്കുകയാണ്. പ്രായം കൂടുന്തോറും നമ്മുടെ ചിന്താഗതികളും നമുക്ക് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളും നമ്മൾ തന്നെ മൊത്തത്തിൽ മാറും. നമ്മുടെ ചിന്താഗതികളൊക്കെ മാറും. ഞാനിപ്പോൾ ഇങ്ങനെ പണ്ടത്തെ വീഡിയോകളൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ, ഞാൻ പണിയെടുക്കാൻ വേണ്ടി ജനിച്ചൊരു ജന്മമായിരുന്നു എന്ന്. ഇപ്പോൾ എനിക്ക് അങ്ങനെ പണിയെടുക്കണമെന്ന് ഇഷ്ടമല്ലടാ. ഞാൻ എന്നെ എത്രയോ മാറി. എന്നെ ആരെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണുമ്പോൾ ചേച്ചിയുടെ വ്ളോഗ് കാണുമ്പോൾ ഭയങ്കര ഇൻസ്പിറേഷനാന്ന് പറയുമ്പോൾ എനിക്ക് പണിയെടുക്കാനാണോ മോളെ എന്ന് ചോദിക്കണം എന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. എങ്കിലും അവർക്ക് ഞാനങ്ങനെ പണിയെടുത്ത് പോകുമ്പോൾ ഒരു മോട്ടിവേഷൻ ആവേണ്ടെന്ന് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടാവാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പൂക്കി ബെഡ്ഷീറ്റ് എങ്ങനെയുണ്ട്, ഇതിനും സിബുള്ള ഈ ഒരു പില്ലോ ഉണ്ട് കേട്ടോ. ഞാനത് ടാഗ് ചെയ്ത് കൊടുക്കാം. അടിപൊളിയാണ്. 500 രൂപ 520 രൂപയൊക്കെ ഉള്ളൂ. അത്യാവശ്യം നമുക്ക് ഒരു കിങ് സൈസൊക്കെ ബെഡിന് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. എൻ്റെ ബെഡ് എനിക്ക് തോന്നുന്നു 72-70 തോന്നുന്നു സൈസ് വരുന്നത്. പിന്നെ ഈ ഒരു ബ്ലാങ്കറ്റ്, ഇത് ഒത്തിനേക്കാളും അടിപൊളിയായിട്ടുള്ള ബ്ലാങ്കറ്റാണ്. അവിടെ കിടക്കുന്ന ഗ്രീൻ ഉണ്ടല്ലോ, ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ള പില്ലോ, അതിൻ്റെ അതിൻ്റെ ബെഡ്ഷീറ്റും അടിപൊളിയാണ് കേട്ടോ. കാരണം ഞാൻ കൂടുതലും വെൽവെറ്റാണ് ഉപയോഗിക്കാറുള്ളത്. വെൽവെറ്റ് എനിക്കിഷ്ടമാണ്. വെൽവെറ്റ് ചിലവർക്ക് അലർജി വരുത്തും. ഞാൻ മണത്ത് നോക്കും എല്ലാതും. എനിക്ക് മണം നിങ്ങൾക്കറിയാലോ, എനിക്ക് മണം ഭയങ്കര ഒബ്സഷനാണെന്നുള്ള കാര്യം. ഞാൻ എന്തെങ്കിലും കറി വെച്ചാലും മണത്ത് നോക്കും. എൻ്റെ കയ്യിലൊക്കെ എന്തെങ്കിലും ക്രീം വന്നാലും ഞാൻ മണത്ത് നോക്കും. ഈ മണത്തിനോട് ഒബ്സഷൻ വന്നത് റീസെൻ്റ്ലി ആടാ. ഇപ്പോൾ ഞാൻ ധാരാളം സ്പ്രേകളൊക്കെ യൂസ് ചെയ്യും. അതൊക്കെ വന്നത് എന്തായാലും ഫൈനലി ഞാൻ ഈ ബ്ലാങ്കറ്റിനെ കുറിച്ച് പറയാം. അടിപൊളിയാണ് സംഭവം, കിടുവാണ്. ഇപ്പോൾ ഇതിന് വില കൂടുതലുണ്ട്. ഞാനൊരു ഓഫറിൻ്റെ സമയത്താണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ നിങ്ങളൊരു 1000 രൂപയൊക്കെ കൊടുത്ത് മേടിച്ചാലും ഒരു എസ്തെറ്റിക് റൂമൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ അടിപൊളിയായിട്ടുള്ള ഇതിൻ്റെ ഉള്ളിൽ കണ്ട എൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റ് കണ്ട, അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഉള്ളൻ ഒരു ഫീലാണ് നമുക്ക് കിട്ടണം. അടിപൊളിടാ, അടിപൊളി കിടക്കും, സൂപ്പർ. പക്ഷേ ഡസ്റ്റ് അലർജി ഉള്ളവർ, അതുപോലെ തന്നെ ചൂട് തയ്ക്കാൻ പറ്റാത്തവർക്കൊന്നും ഇത് പറ്റില്ല കേട്ടോ. എൻ്റെ പോലെ ചെറിയ രീതിയിൽ ഈ വക ഇഷ്ടങ്ങളൊക്കെ ഉള്ളവർക്ക്, എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ചെറിയ ഭ്രാന്തുള്ളവർക്കൊക്കെയാണ് ഇതൊക്കെ പറ്റുള്ളൂ. ഡസ്റ്റൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പിടിക്കും. പിന്നെ അത് നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കണം, വൈറ്റല്ലേ. അപ്പോൾ അതൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എസ്തെറ്റിക് പ്രൊഡക്ട്സ് അതുപോലെയാണ്. ഇത് തുറന്നു നോക്കിയേ, ഇതിൻ്റെ ഉള്ളിൽ നോക്കിയേ. ഇതാ ഇങ്ങനെ നോക്കാൻ ശ്രീകുട്ടന് ഭാഗ്യനും ഈ കളർ കൊടുക്കാൻ പറ്റില്ല. ഒരു ബ്രൗൺ മേടിച്ചിട്ട് അവർക്കും കൊടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. എന്തൊക്കെയോ വിശേഷങ്ങൾ നിങ്ങളോട് പറഞ്ഞ് ഞാൻ അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഭക്ഷണമൊക്കെ കഴിച്ചായിരുന്നു. ഭക്ഷണം ഞാൻ ചേച്ചിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നായിരുന്നു കേട്ടോ, ചിക്കൻ കറിയൊക്കെ. അപ്പോൾ ചോറ് മാത്രമേ എനിക്ക് വെക്കേണ്ടി വന്നുള്ളൂ. അത് കഴിഞ്ഞ് ശ്രീകുട്ടന് സ്കേറ്റിംഗ് ക്ലാസ് ഉണ്ട്. അപ്പോൾ ഞാൻ ആ ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് സ്കേറ്റിംഗ് ക്ലാസ്സിൽ പോകാനായിട്ട് റെഡിയാവാണ്. പൊതുവെ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്നത്, ഞാൻ വീട്ടിലിടാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഡ്രസ്സുകൾ. അപ്പോൾ കുറേ ആൾക്കാർ പറഞ്ഞു ആ ഒരു സിവാമിയുടെ ഡ്രസ്സുകൾ ഇടുമ്പോൾ ഭയങ്കര ബോറായിട്ട് ഫീൽ ചെയ്യുന്നു ശ്രീ. എനിക്ക് അത്യാവശ്യം നല്ല ഷേപ്പ്ഡ് ആയിട്ടുള്ള ബോഡിയാണ്. എനിക്ക് നല്ലതായിട്ട് ഫ്രണ്ടും ബാക്കും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിങ്ങനെ എടുത്ത് കാണിക്കുന്നു ആ ബനിയൻ സ്റ്റഫിൽ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഡ്രസ്സുകൾ വീട്ടിലിടാമെന്നാണ് വിചാരിക്കുന്നത്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക കേട്ടോ. അതോ ഇനി നമ്മുടെ മറ്റേ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സുകൾ ഇട്ടാലും കുഴപ്പമില്ല എന്ന് പറയുകയാണെങ്കിൽ അതും ആയിക്കോട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് വീടൊക്കെ പൂട്ടി പതുക്കെ ഇറങ്ങാം. ഞങ്ങൾ വണ്ടിയുമ്പോഴാണ് പോയിട്ടുണ്ടായിരുന്നത്. ഇതാണ് ഞങ്ങളുടെ സ്കേറ്റിംഗ് ക്ലാസ്സിലത്തെ തരുണിമണികളും ഞങ്ങളുടെ ചുണക്കൂട്ടന്മാരും. അപ്പോൾ അവർ വാമപ്പ് കഴിഞ്ഞിട്ടാണ് ഉള്ളിലേക്ക് കയറുക കേട്ടോ. കുറേ കുരുന്നുകളുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ശ്രീകുട്ടൻ്റെ പ്രായത്തിലുള്ളവരും അതിനേക്കാളും മൂത്തവരും ഒക്കെ ഉണ്ട് കേട്ടോ. ഞാൻ ഷൂട്ടിങ് കണ്ടപ്പോൾ എല്ലാവരും നിന്ന് ചിരിക്കുകയാണ്. ഇത് വാമപ്പ് കഴിഞ്ഞിട്ടാണ് അവർ സ്കേറ്റ് ഇടുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് പതുക്കെ ഒരു 1-1.5 മണിക്കൂർ സ്കേറ്റ് ചെയ്തിട്ടാണ് ശനി ഞായറും ദിവസങ്ങളിൽ നമ്മുടെ ആ ഒരു പ്രാക്ടീസ് സെക്ഷൻ അവസാനിപ്പിക്കാറുള്ളത്. ഇത് തോപ്പ് സ്റ്റേഡിയമാണ് കേട്ടോ. തൃശ്ശൂരുള്ളവർക്ക് അറിയാൻ പറ്റുമായിരിക്കും. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ശ്രീകുട്ടനാക്കിയിട്ട് പതുക്കെ കുറച്ച് സാധനങ്ങൾ മേടിക്കാനായിട്ട് എൻ്റെ കാട്ടിലിട്ട് വെച്ചിട്ട്
മേടിച്ചിട്ട് കുറേ നാളായി. അതായത് കാർട്ടിലല്ല, എൻ്റെ കാർട്ടിൽ, എൻ്റെ പേഴ്സണൽ കാർട്ടിൽ. അപ്പോൾ ഞാൻ ഓൺലൈൻ മേടിക്കേണ്ട, നമുക്ക് തൃശ്ശൂർക്ക് വന്നതല്ലേ, തൃശ്ശൂരിൽ നിന്ന് മേടിക്കാമെന്ന് വിചാരിച്ച് ഒരു ഓട്ടോ കയറി ഞാൻ പോകുന്നത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് റോഡിൻ്റെ അവിടെയുള്ള ഫോട്ടോ ലിങ്കിക്കാണ് കേട്ടോ. അവിടെ നിന്നാണ് ഞാൻ എൻ്റെ ക്യാമറ ഐറ്റംസൊക്കെ മേടിക്കാറുള്ളത്. അപ്പോൾ നമ്മൾ ആകാശപാതയൊക്കെ താണ്ടി ഒറ്റയ്ക്കുള്ള യാത്രകൾ ഞാനിപ്പോൾ ശ്രീകുട്ടനെ സ്കേറ്റിംഗ് ക്ലാസ്സിന് കൊണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഒരുപാട് ആഘോഷിക്കാറും അതുപോലെ ആസ്വദിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ കാണുന്ന സാധനം ഉണ്ടല്ലോടാ, അത് മേടിക്കാനാണ് ഞാൻ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ലൈറ്റ് എത്രയ്ക്കധികം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. പലപ്പോഴും നിങ്ങൾ പല വീഡിയോസിൽ പറയാറില്ലേ ശ്രീനെ കാണാൻ നല്ല ഭംഗിയുണ്ടെന്ന്. അതെനിക്ക് ഭംഗി കൂടിയോണ്ടല്ല, നമ്മുടെ ലൈറ്റിൻ്റെ ക്വാളിറ്റിയും ലൈറ്റിൻ്റെ ആ ഒരു പൊസിഷനും കറക്റ്റായിട്ട് വരുമ്പോൾ, ആംഗിൾ കറക്റ്റായിട്ട് വരുമ്പോൾ നമുക്ക് ഫീൽ വരുന്നതാണ്. ഒരു വീഡിയോരെ ഭംഗി നിശ്ചയിക്കുന്നത് ആ വീഡിയോരെ ഈ കാണുന്ന ലൈറ്റിംഗ് ആണ് കേട്ടോ. കണ്ടോ, ലൈറ്റ് ഇല്ലാത്തപ്പോൾ, ഇനി ഞാൻ ലൈറ്റ് ഉള്ളപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ അതിനുള്ള വ്യത്യാസങ്ങൾ വരും, കണ്ടോ, ലൈറ്റ് ഉള്ളപ്പോൾ. എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട്. അപ്പം ഞാനതൊക്കെ മേടിച്ച് പതുക്കെ നമുക്ക് പിന്നെ വേറെ എനിക്ക് ഹൈഡ്രോളിക് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് മേടിക്കാനുണ്ടായിരുന്നു. ലൈറ്റ് കെടുത്തിയപ്പോഴേ അതിനേക്കാളും ഭംഗിയുണ്ടെന്ന് പറയായിരുന്നു. ഞാൻ അവിടെ കസ്റ്റമറിൽ സെയിൽസിൽ നിൽക്കണ്ടാണെന്ന ഒരു പയ്യൻ്റെ അടുത്ത്. അപ്പോൾ ആ പയ്യൻ പറയാ, ചേച്ചി അത് ഐഫോണിൻ്റെ പ്രോസസ്സിങ്ങിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണെന്ന്. വീട്ടിലെത്തിയപ്പോഴേക്കും താടാ കൂറ്റി ഇരുട്ടായിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്ത്, അതായത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന വഴി പുത്തൂർ സൂലിലേക്ക് വരുന്ന വഴിയാണ്. അവിടെ ഗംഭീര വഴിപ്പണി നടക്കുക. അത് കാരണം കൊണ്ട് നമുക്കൊരു 6-7 കിലോമീറ്റർ എക്സ്ട്രാ സഞ്ചരിച്ചിട്ട് വേണം വരാൻ വേണ്ടിയിട്ട്. ഭയങ്കര ബ്ലോക്കായിരുന്നു നമ്മൾ വരുന്ന വഴിക്ക്. നമ്മുടെ പുത്തൂർ സൂ ഓപ്പൺ ആവണതിൻ്റെ ഭാഗമായിട്ട് വഴിപ്പണി നടക്കുക. അത് കാരണം കൊണ്ട് കുറേ കിലോമീറ്ററോളം പണി നടക്കുക. അതുകൊണ്ട് നമുക്ക് ശ്രീകുട്ടൻ്റെ സ്കൂൾ വഴിയൊക്കെ വേണം വരണമെങ്കിൽ. കുറേ ദൂരം ഉണ്ടല്ലോ ശ്രീകുട്ടാ, കുറേ ദൂരം വളഞ്ഞു വേണം വരണമെങ്കിൽ. അത് കാരണം കൊണ്ടൊന്ന് വൈകി. പക്ഷെ തുണികളൊക്കെ ഉണങ്ങിയിട്ടാ. ഒരു കട്ടൻ കാപ്പി മധുരമിട്ട് കുടിക്കാതെ എൻ്റെ ദിവസം അവസാനിക്കാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ നല്ലൊരു ബ്രൂവിൻ്റെ ആ ഒരു 2 രൂപയുടെ പാക്കറ്റ് ഉണ്ടല്ലോ, അത് പൊട്ടിച്ചിട്ട് ഇതിലിട്ടിട്ടാണ് കുടിക്കുക. ഒരു അണ്ടാവ് പോലത്തെ ഒരു ഗ്ലാസ് ഉണ്ട് എനിക്ക്, നമ്മുടെ ബീർ ഗ്ലാസ് ആണ്, അതിലാണ് ഞാൻ കാപ്പി കുടിക്കുക കേട്ടോ. കാപ്പി ഈസ് ആക്ച്വലി ഗുഡ് ഫോർ ഹെൽത്ത് എന്നാണ് പറയാറുള്ളത്. ശ്രീകുട്ടന് മാഗി ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ എനിക്ക് കുറേ നാളെ, ഞാൻ 8 മാസമൊക്കെ ഈ മാഗിയൊക്കെ കഴിച്ചിട്ട്. അപ്പോൾ ഇഷ്ടമുള്ള സാധനങ്ങൾ ത്യജിച്ചിട്ട് പിന്നെ എപ്പോഴെങ്കിലും കഴിക്കുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നില്ലേ, അതാണ് ആ മുഖത്ത് കണ്ടത്. അങ്ങനെ 2 ടീസ്പൂൺ അതും കഴിച്ച് നമ്മൾ മേടിച്ചു കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. ആക്ച്വലി ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊക്കെ വെച്ചിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഞാൻ എത്ര വർഷമായി ഒരു വീഡിയോ ചെയ്ത് തുടങ്ങിയിട്ട് ഇപ്പോഴും ഞാൻ പ്രോപ്പറായിട്ടുള്ള ഒരു ടെക്നിക്കുകളും യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ മറുവശം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം എന്തായാലും പതുക്കെ എന്തെങ്കിലുമൊക്കെ മേടിച്ച് വെക്കാം. നമ്മൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവാണ്. നമ്മളെപ്പോഴും ഇൻവെസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ചുറ്റുമുള്ളവർക്ക് വേണ്ടിയിട്ടായി. ഇക്കൊല്ലം 2026 തുടങ്ങിയപ്പോൾ ഞാനെടുത്ത മറ്റൊരു തീരുമാനമാണ്, നമ്മൾക്ക് ചില കാര്യങ്ങൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ്, ചിലവല്ല എന്ന് തോന്നുന്ന കാര്യങ്ങൾ അങ്ങോട്ടും നോക്കാണ്ട് ഇൻവെസ്റ്റ് ചെയ്യാമെന്ന്. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തതാണ് ഈ ഹൈഡ്രോളിക്കിൻ്റെ ഒരു സ്റ്റാൻഡും പിന്നെ നമ്മുടെ സോഫ്റ്റ് ബോക്സും കേട്ടോ. അയ്യോ കണ്ണടിച്ചു പോയാ. അപ്പം ഇതാണ് ലൈറ്റ്. ഈ ലൈറ്റ് അല്ല കേട്ടോ, ഞാൻ കുറച്ച് വാം ലൈറ്റ് വേണമെന്നൊക്കെ വിചാരിക്കണം. പക്ഷേ ഈ മേടിച്ച് വെച്ച സാധനങ്ങൾ അന്നൊരു വിവരവും ബോധവും ഇല്ലാണ്ട് ടെക്നിക്കലി ഒന്നും അറിയാണ്ട് മേടിച്ച് വെച്ചതാണ്. നമ്മൾ ഷോപ്പിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പയ്യന്മാർ പറയും, അവർക്ക് അറിയില്ലല്ലോ നമ്മുടെ ആവശ്യം എന്താണെന്ന്. അവർ പറയും ഇതുകൊണ്ടൊക്കെ ചേച്ചി എന്ന് പറയുമ്പോൾ അത് മേടിച്ചിട്ട് പോരും. ഇതിപ്പോൾ റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും യൂട്യൂബ് നടത്തുന്നവർക്കും, അല്ലെങ്കിൽ കുറച്ച് നാളായിട്ട് യൂട്യൂബ് ചാനലും കോണ്ടൻറ്റ് ക്രിയേഷനൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് ഞാൻ പറയുന്നത് റിലേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ഒരു ലൈറ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ചുരുങ്ങിയത് ഒരു 6-7 കൊല്ലമായിട്ടുണ്ടാവും. അതുപോലെ നമ്മൾ ഉപയോഗിക്കുന്ന ക്യാമറയും 6-7 കൊല്ലമായിട്ടുണ്ടാവും. ഫോണാണ് കുറച്ചും കൂടി, ഞാനൊരു 15 Pro Max ആണ് ഉപയോഗിക്കുന്നത്. അതിപ്പോൾ 17 എത്തിയെന്ന് തോന്നുന്നില്ലേ. പക്ഷേ ഞാൻ പറയാറില്ലേ എപ്പോഴും, ഞാൻ എന്നിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് വളരെ കുറവായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ അങ്ങനെ പറ്റില്ല. കുറച്ചും കൂടി നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, നമ്മളിൽ ഇൻവെസ്റ്റ് ചെയ്യണം. വയസ്സ് 10-34 ആവാറായി. എത്ര നാളിനി ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ഇവിടുന്ന് പോകാൻ കാലത്ത്, അല്ലെങ്കിൽ പോയി കഴിയുമ്പോൾ നമ്മൾ വേറൊരു രൂപത്തിലേക്ക് ആകുമ്പോൾ അയ്യോ നമ്മൾ മിസ് ചെയ്തല്ലോ നമ്മളെന്ന് തോന്നാൻ പാടില്ല. അത് കാരണം കൊണ്ട് ലൈറ്റും സാധനങ്ങളൊക്കെ മേടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാണ്ടോ അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ പൈസയോ ഇല്ലാണ്ടോ അല്ല. പലപ്പോഴും നമ്മുടെ പ്രയോറിറ്റികൾ മറ്റു പലതും ആവുന്നത് കൊണ്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങൾ മാറ്റി വെച്ചിരുന്നത്. അങ്ങനെ ആ ഒരു സന്തോഷവും, അങ്ങനെ ഒരു ദിവസത്തിൻ്റെ അന്ത്യത്തിൽ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു എന്നുള്ള ഒരു തോന്നലിലാണ് ആ ദിവസം അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ്? അടിപൊളിയായിരുന്നില്ലേ? ചേച്ചിയുടെ വീട്ടിൽ തുടങ്ങി നമ്മുടെ വല്ലൂർ വീട്ടിൽ
അവസാനിച്ചു, ഒരു അടിപൊളി ദിവസം. അപ്പോൾ അടുത്ത വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ശ്രീജ. പിന്നെ ഞാനൊരു കാര്യം കൂടെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ നമ്മുടെ ലൈറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊന്നും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇപ്പോൾ ലൈറ്റിൽ നിങ്ങൾ എന്നെ കാണുന്നത്. ഇനി ലൈറ്റ് കടത്തുമ്പോൾ ഇതാ ഇങ്ങനെ കാണും. ചിലർക്ക് ഇങ്ങനെ കാണാനായിരിക്കുമല്ലോ ഇഷ്ടം, നാച്ചുറലാന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതല്ല ടെക്നിക്കലി ശരിയായിട്ടുള്ളത്. ലൈറ്റ് വെച്ചിട്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. ഇതേ കണ്ടോ, ലൈറ്റിൽ നമ്മൾ ഒരു സുന്ദരിയാവും. ലൈറ്റാണ് എല്ലാം. അപ്പോൾ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. ലൈറ്റ് കണ്ടോ, ഓപ്പോസിറ്റ് വെച്ചിട്ടാണ് ലൈറ്റ് ഷൂട്ട് ചെയ്യുക. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ച് വരണേ ഉള്ളൂ. അപ്പോൾ നാളെ കാണാം എന്തായാലും. അപ്പോൾ ടാറ്റ ബൈ ബൈ ഉമ്മ.